ഇന്ത്യയിൽ കേരളം എങ്ങനെ മികച്ച സംസ്ഥാനമായി മാറുന്നു എന്ന് നോക്കാം. ഉയർന്ന മാനുഷിക വികസന സൂചിക, മുൻനിര സാക്ഷരതാ നിരക്ക്, ശക്തമായ ആരോഗ്യ സംരക്ഷണ സംവിധാനം എന്നിവ കാരണം കേരളം ഇന്ത്യയിലെ ഏറ്റവും മികച്ച സംസ്ഥാനങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. മികച്ച ആരോഗ്യ മേഖലാ പ്രവർത്തനങ്ങൾ ഉയർന്ന ആയുർദൈർഘ്യത്തിന് കാരണമാകുന്നു. പ്രകൃതി സൗന്ദര്യം, സമ്പന്നമായ സംസ്കാരം, പുരോഗമനപരമായ സാമൂഹിക നയങ്ങൾ, ഉയർന്ന ലിംഗസമത്വം എന്നിവയൊക്കെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തെ വേറിട്ടു നിർത്തുന്നു. മാനവ വികസന സൂചിക അഥവാ HDI കേരളം സ്ഥിരമായി ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്താണ്. രാജ്യത്ത് ഏറ്റവും ഉയർന്ന സാക്ഷരതാ നിരക്ക് ഉള്ള സംസ്ഥാനവും 100% പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആദ്യ സംസ്ഥാനം കൂടിയാണ് കേരളം. ശക്തമായ ആരോഗ്യ പരിരക്ഷാ സംവിധാനവുമുണ്ട്. ഇത് കോവിഡ്-19 പാൻഡമിക്കിനെ ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നതിന് കേരളത്തിന് സാധിച്ചു. ശക്തമായ തൊഴിൽ നിയമങ്ങളും ട്രാൻസ്ജെൻഡർ നയവും ഉൾപ്പെടെയുള്ള പുരോഗമനപരമായ സാമൂഹിക നയങ്ങൾക്ക് കേരളം തുടക്കമിട്ടിട്ടുണ്ട്. സംസ്ഥാനത്തിന് ഉയർന്ന ലിംഗസമത്വവും കുറഞ്ഞ ലിംഗവേതന വ്യത്യാസവുമുണ്ട്. സാമ്പത്തിക സ്ഥിതിയിൽ മൊത്തത്തിലുള്ള GDP ഏറ്റവും ഉയർന്നതല്ലെങ്കിലും വലിയൊരു പ്രവാസി ജനസംഖ്യയിൽ നിന്നുള്ള പണമയക്കലും ഉയർന്ന പ്രതിശീർഷ വരുമാനവും പിന്തുണക്കുന്ന ശക്തമായ സമ്പദ്വ്യവസ്ഥയാണ് സംസ്ഥാനത്തിനുള്ളത്. ഡിജിറ്റൽ സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ട ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. മനുഷ്യാവകാശമെന്ന നിലയിൽ ഇന്റർനെറ്റ് ആക്സസ് നൽകാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. സംസ്ഥാനം അതിന്റെ സമഗ്രമായ ക്ഷേമ സംവിധാനത്തിനും ഉയർന്ന മിനിമം വേതനത്തിനും പേരുകേട്ടതാണ്. ഹിൽ സ്റ്റേഷനുകൾ, ബീച്ചുകൾ എന്നിവയുൾപ്പെടെയുള്ള അതിമനോഹരമായ പ്രകൃതിദൃശ്യങ്ങൾക്ക് കേരളം ലോകം മുഴുവൻ പ്രശസ്തമാണ്. അതുല്യമായ ക്ലാസിക്കൽ നൃത്തരൂപങ്ങളും സംഗീതവും വിജയകരമായ ഒരു ചലച്ചിത്ര വ്യവസായവും ഉള്ള വൈവിധ്യമാർന്ന സാംസ്കാരിക പൈതൃകമുണ്ട് കൊച്ചു കേരളത്തിന്. ആയുർവേദ ആരോഗ്യത്തിനും ചികിത്സകൾക്കും ലോകത്തിൽ തന്നെ പേരുകേട്ട ഒരു ജനപ്രിയ സ്ഥലമാണ് സംസ്ഥാനം. നിങ്ങൾ പറയൂ, കേരളം പൊളിയല്ലേ?